ഹലോ ചങ്ങായിമാരെ, നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളതല്ല, പോയിക്കൊണ്ടുള്ളത് അവിടേക്കല്ലെങ്കിൽ ഞങ്ങളെ തോട്ടത്തിലേക്ക്. എന്ത് സംഭവമില്ലെങ്കിൽ ഉമ്മ രണ്ടാൾ മുമ്പറൊക്കെ പോയിന്. അപ്പോൾ ചെലിട്ട് പോയി തോട്ടം എല്ലാം നോക്കിക്കോന്നു. പോയിട്ട് ഒരു 10 കഴിഞ്ഞ് ഞാൻ ഇന്നാണ് തോട്ടം നോക്കാൻ പോകുന്നത്. നമ്മൾ നോക്കിയിട്ടല്ല. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ സേളാക്കിയ പോലെ സേളാക്കി നീ പോലെ പായ പോലെ ഞങ്ങൾക്ക് നമുക്കൊരു 16 വയസ്സോളം ഇതേ പേരിലാണ് ഉണ്ടായത്. അതിൽ പിന്നാണ് വേറെ പോലെ കിട്ടും. ഈ സേളാക്കിയത് ഇപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടത്തിലേക്ക് എൻ്ററാണ്. ഇപ്പോൾ തോട്ടത്തിൽ അടക്ക ഉണ്ടെങ്കിൽ തേങ്ങ ഉണ്ടെങ്കിൽ എല്ലാം പറക്കിക്കൊണ്ട് വന്നിട്ട് പുരക്കിടോണ്ട് ചെല്ലിത് ഒരിക്കലും പോയില്ല ശരിയാന്നാ. അപ്പോൾ തോട്ടത്തിലത്തെ ബ്ലോഗ് നമ്മൾ എന്തില്ലാങ്കും ഇങ്ങനെ നല്ലോണം ജാവും പോളും ബംഗം വന്നിട്ട് ഓറും ബലിയാക്കിനി കവുങ്ങിനെ തെങ്ങിനെല്ല ഞങ്ങളും ബലിയാക്കിനി അങ്ങനെ ബംഗം വന്നിട്ട് തന്നെ. അപ്പോൾ ഓർ ചെലുത്താകുമ്പോൾ ഒരിക്കൽ പോയില്ല ശരിയാന്ന്. എൻ്റെ ഉപ്പമക്കെല്ലാം ദ്വാരിക്കാവോ നിങ്ങൾ? എന്തല്ലെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. ഇപ്പോൾ തോട്ടം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. ഇല്ല അടക്ക പുറത്തോണ്ട് കൊണ്ട് ഇട്ടിന് ഞാൻ മീറ്റേക്ക്. ഇപ്പോൾ ആയിട്ട് കുറേ ആയി വരാറ്. ഇതെന്നിൻ്റെ തയ്യാറോ? ഇത് എന്നിൻ്റെ ചെല്ലല്ലോ മാങ്ങൻ്റെ. ഇത് മാങ്ങ ഇതിട്ട് ഇങ്ങനെ ഇതാ തയ്യാന്ന് മാങ്ങ സ്റ്റാർട്ടിങ്. മാങ്ങൻ്റെ ഉള്ളിൽ അണ്ടി ഇതാണ് മാങ്ങൻ്റെ. അടുപ്പിൻ്റെ തിട്ട മാങ്ങൻ്റെ അല്ല ഇതാ. ഈ ഒരു കായ് ആ മരത്തിന് വീണ് ഈ മരത്തിന് ഒരു കായ് വീണ്. അപ്പം ആ മരത്തിൻ്റെ കാണുമ്പോൾ മാങ്ങൻ്റെ പോലെ തന്നെ കണ്ട് നോക്കുമ്പോല്ല. അപ്പോൾ ഗൈസ് എന്ത് ചെല്ലാൻ ബാക്കിയുള്ളതെന്നില്ലെങ്കിൽ ഊതവിടെ കാണുന്നില്ല. അത് ഊതവിടെ കന്ന ഓടിയിട്ട പേരെ. ഇതാണ് ഞങ്ങൾ മുന്നത്തെ പേരെ. ഇപ്പം ഇല്ല ബിറ്റ്നി. അപ്പോൾ രണ്ടാമത് ഞാൻ ഒരു സീൻ കാണിക്കുന്നത് ഇതാണ് എൻ്റെ ചങ്ങായി യോഗീശൻ്റെ പേര്. അപ്പോൾ ഇപ്പോഴും ഉണ്ട് യോഗീഷ്. ഷോപ്പിലേക്കെല്ലാം വരുന്നത് നമ്മളെ ഷോപ്പിലേക്ക് വന്നിട്ട് മുന്നത്തെ പോലെ തന്നെ ഞങ്ങൾ ടച്ചിലുണ്ട്, നല്ല ഫ്രീയിലുണ്ട്. അതിൻ്റെ അപ്പുറത്ത് അവിടെ കാണുന്നത് എനിക്ക് ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നില്ല. ബാക്ക് ക്യാമറ കാണിക്കട്ടാന്ന് ഞാൻ. ഇതിൻ്റെ ബാക്ക് കാണുന്ന ഇപ്പോൾ ഒരു സ്ലേപ്പിൻ്റെ പേരെ കെട്ടീനി അവിടെ എന്തരോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ളതാണ് ആരുത് മോയിനി അക്ക വെച്ചത് നമ്മളെ പിസത്തിൻ്റെ അക്ക. അപ്പോൾ അവിടെ നമുക്കെല്ലാവരും ഒരു മീത്ത് ഞങ്ങൾ താഴെ ഇപ്പോൾ യോഗീശൻ്റെ അടുത്ത് അതിൻ്റെ അപ്പുറത്ത് മോയിനൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മൾ മുന്നേ ടി വി എല്ലാം നോക്കാൻ പോയിക്കോണത്. സ്കൂളാക്കിയിട്ട് വന്നപ്പോൾ ഒരേ പാച്ചള്ളിയില്ല യോഗി ബറ അതിലിട്ട് പോരി പാച്ചള്ളി. അപ്പോൾ എന്താ ചെയ്യും? അപ്പോൾ മൊയിനക്കൻ്റെ പേരിലാണ് ഞങ്ങളെ പുര പോലെ തന്നെ ഉണ്ടാഞ്ഞ് പുരാണ് ഇത് രണ്ട്. അപ്പോൾ ഈ പുരം ആ പുരം ഞാൻ ഓരൊക്കെ തന്നെ ഉണ്ടാഞ്ഞ് ചെറിയൽ. അപ്പോൾ ടി വി നോക്കിക്കൊണ്ട് അതൊരു മജന്നെ പേര്. ആ ചെറിയൻ്റെ ഒരു വൈബ് വേറെ തന്നെ. അതേ ഇത് പിരിസപ്പാട് ഇപ്പോഴും ഉണ്ട് നമുക്ക്. അവിടെ നവീനെണ്ണ ഉണ്ട്. അവരെല്ലാം നമ്മളെ പിരിസത്തിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ ഉണ്ട്. ഞങ്ങൾ ദൂരം പോയിട്ടില്ല. അതിൻ്റെ കുറച്ച് മീത്ത് തന്നെ പുര കെട്ടിയിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മളെ തോട്ടം. അപ്പോൾ തോട്ടത്തിൻ്റെ ഇനി ശരി ഒരു വ്ളോഗ് ആക്കിയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ മുന്നത്തെ ലൈഫിനെ നിരീക്കുമ്പോൾ ബാക്ക് അതേ ലൈഫ് പറ്റുന്നതാണ്. ഒന്ന് മാത്രം ടെൻഷനാണ്. എന്താ പറയുക, ഈ സ്കൂൾ പഠിക്കുന്നതും മജ തന്നെ, സ്കൂൾ ആൾക്കാർ വരുന്നതും മജ തന്നെ, അത് വന്നിട്ട് പിന്നെ കളിക്കുന്നതും മജ തന്നെ. ആ എക്സാം വരുന്നല്ലേ അത് കണക്ക് എന്ത് തലകൊത്തിൻ്റെതെന്ന് അറിയുമോ. എനിക്ക് എക്സാമാണ് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവം. പിന്നെ പഠിക്കുന്നതെല്ലാം മജ്ജ, നല്ല പഠിപ്പിക്കുന്നു എൻ്റെ സാറിൻ്റെ ഓർമ്മ മാഷാ അല്ലാ. പിന്നെ അപ്പോൾ ചില സംഭവം മനസ്സിലായില്ലേ, ഇവിടെയും കുറേ ബേച്ചിനി അവിടെയും കുറേ ബേച്ചിനി മൈനക്കൻ്റെ പേരിൽ. അപ്പോൾ അവർക്കും ഒരുപാട് നന്ദി. അവരെ ചെല്ലില്ലങ്ങ ശരിയാവോ, ഞാൻ ശരി നിന്നോട് കൂടെ കളിച്ചോണ്ടാഞ്ഞതല്ലേ. ഇവിടെ ഒരു പരമുണ്ട്. ഇവിടെ നമ്മളെ സസിൻ്റെ ഓരോ പരം നമ്മളെ നിരക്കര തന്നെ. എല്ലാ കൊല്ലം അവരെ മരത്തിൽ മാങ്ങായെങ്കിൽ അത് ഇണക്കിയ മുന്നേ ഫസ്റ്റ് പോയിട്ട് മുടിയാകുമ്പോഴേക്ക് ഞാൻ ബലിക്കാൻ തുടങ്ങുന്നു. ലാസ്റ്റ് എണ്ടാക്കുന്ന പൗത്തിട്ടല്ലേ ബീന്നല്ലേ അതും ഞാൻ എനിക്ക് തന്നെ ആയിട്ട് ഓർ എടുത്ത് വെക്കുന്നു. താങ്ക് യു. അപ്പോൾ ഈ 3 പേരെൻ്റെ ഞാൻ എക്സ്പ്ലെയിൻ ആക്കി. ഇനിയിപ്പോൾ ഒന്നുണ്ട് നമ്മളെ അപ്പി വായമ്മ, നമ്മളെ പിരിസത്തിൻ്റെ വായമ്മ. അപ്പോൾ നമ്മൾ അപ്പി വായമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കുറച്ചപ്പുറം അവിടെ 2 ചങ്ങായിമാരുണ്ട്, അശോക്കും വിക്ടർ റിസൾട്ട്. ബെസ്റ്റ് ചങ്ങായിമാർ. ഓർ ഇപ്പോഴും മുന്നത്തെ അതേ സ്റ്റൈലിലുണ്ട്, പിരിസത്തിലുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ പോയിക്കൊണ്ടുണ്ട്, ഓർ വന്നുകൊണ്ട് മുന്നത്തെ സ്റ്റൈലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ ടി വി നോക്കാൻ പോയിക്കൊണ്ടു. അവിടെ കുറേ സ്പെൻഡ് ആയിക്കൊണ്ടു ഓരൊക്കെ കളിച്ചോണ്ടല്ലോ. അതെല്ലാം ഒരു ലൈഫ് തന്നെയോ. ഓർമ്മ ആകുമ്പോഴേക്ക് ഇപ്പോൾ തലബെടക്കാണ് മറ്റൊരു സമാധാനം. ഇപ്പോൾ അതേ ഇതിലുണ്ട് ഞാൻ. അപ്പോൾ ഒരു സമാധാനം ഇങ്ങനെയാണ് സംഭവം. പിന്നെ ഇനി ചെല്ലുമ്പം കുറവുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ അമ്മായിൻ്റെ പേരുണ്ട്. അവിടെ എൻ്റെ പിരിസത്തിൻ്റെ അമ്മയുണ്ട്.
ഇപ്പം മാത്രം ഓറില്ല ഇല്ല പോയിട്ട് ഞാൻ വീഡിയോ കാണിക്കട്ടെ നിങ്ങൾക്ക്. അപ്പോൾ അമ്മേൻ്റെ ഓരോടൊന്നും ഇപ്പോൾ വിറ്റിട്ട് വേറെ പോയി വിറ്റിട്ടില്ല അവിടെ പോരെ വേറെ അടുത്തൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അപ്പുറത്ത് ഷെഫീറിൻ്റെ ഓറുണ്ട്, കുറേ പേരുണ്ട് നാട്ടിൽ നമ്മളെ നിരക്കരായിട്ട് നല്ല ബന്ധത്തിൽ സന്തോഷം. ഈ ചെല്ലിയെന്നു ചെല്ലെങ്കിൽ ഇപ്പോൾ ഈ തോട്ടത്തിൻ്റെ വ്ളോഗിൽ പോകുമ്പോൾ ചെല്ലിപ്പോയി നിങ്ങൾ ലെങ്ത്ത് കൂടിയെങ്കിൽ ബേജാറായി പോണ്ട. അപ്പോൾ ഗൈസ് ഇതാണ് ഇനി തോട്ടത്തിൻ്റെ വ്ളോഗ്. മഴ വന്നിട്ട് ഫുൾ ചണ്ടി 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 പുല്ലെല്ലാം നിറഞ്ഞിട്ടുണ്ട്. എന്നെല്ലാം ടൈം ഉണ്ട് നിങ്ങൾ കാണിക്കണ്ടേ? കാണിക്കണ്ടേ? ഇതന്നെ കൗങ്ങിൻ്റെ തൈ. ഗാന്ധാരി ഗാന്ധാരി മുളക് പോലെ ഉടനെ ഗാന്ധാരി ചെന്നല്ലേ ഗാന്ധാരി. ഇതന്നെ ഇത് ഗാന്ധാരി, ഇതാണ് ഗാന്ധാരി. ഭയങ്കര സ്ട്രോങ്. ഇതൊന്നിട്ടാൽ മതിയാണ് ഉപ്പുമുളകിന്. മാങ്ങയുടെ ഉപ്പുമുളക് ഇതിട്ടിട്ട് ഞെരിച്ചിട്ടിങ്ങനെ കുടിക്കാൻ എന്ത് മതിയാറോ. എന്നിട്ട് വരാം. ഇതാണ് നമ്മളെ കുളം. തോട്ടത്തിലേക്ക് തണ്ണിയിരുന്നു. അപ്പോൾ പിന്നെന്തെങ്കിലും പായൻ്റെ തൈ ഉണ്ട്. ഒന്നിനും കൊല കാണുന്നില്ല. കൊല കാണുന്നെങ്കിൽ ഇപ്പം കൊത്തിരി കൊണ്ട് പോകണം. ഇപ്പം ചേറാങ്ങാണ്. അടക്കല്ല എന്താ പറയുക പച്ചടയൊക്കെ ഹെൽത്ത് വീണിട്ട് ഇതായിരുന്നു. അപ്പോൾ എന്തു കാണുന്നില്ല, തേങ്ങ എന്ത് കാണുന്നില്ല. തേങ്ങ നോക്കിയങ്ങല്ലേ കാണുന്നത്. അപ്പുറം പോയിട്ട് നോക്കണം. തെങ്ങിനെ മറത്തി തെങ്ങിനെ മറത്തി അടക്കെല്ലാം വീണിട്ടുണ്ട്. ഞാനൊരു പ്രോബ്ലം ആക്കി എന്തെങ്കിലും ഗോണി കൊണ്ടുവരാക്കെ അങ്ങനെ പറഞ്ഞേ. ഇപ്പോൾ രണ്ടാമത് ബ്ലോഗ് കഴിഞ്ഞിട്ട് പോയിട്ട് കൊണ്ടുവരേണ്ടി വരും. എന്താക്കുന്നത് ബ്ലോഗ് കണ്ടിന്യൂ ആക്കിയിട്ടായിരുന്നു. ഇപ്പോൾ ഗോണിക്ക് പോയാൽ ശരിയാവുള്ളൂ ബ്ലോഗിൻ്റെ ഇടയിൽ. ഒരു ബായൽ പോലും കൊലമായിട്ട് കാണുന്നില്ല. പിന്നെ കൊത്തിക്കൊണ്ട് പോയിട്ട് പോപ്പിക്ക വെച്ചിറങ്ങി. അപ്പോൾ ഇതാണ് സംഭവം ഗൈസ്. ഇതല്ലെങ്കിലേ അങ്ങനെ തെങ്ങിൻ്റെ മുറത്തേക്കെല്ലാം നോക്കാം. തെങ്ങിൻ്റെ മുറത്തേക്ക് നോക്കുമ്പോൾ എന്തില്ല, ഒന്നും കാണുന്നില്ല. തേങ്ങ വീണിട്ടില്ല. അപ്പം ഇത് പൊട്ടു പോയി വേസ്റ്റ് ഇല്ല. തെങ്ങിൻ്റെ മുറത്ത് തേങ്ങയില്ല. അങ്ങനെയൊക്കെ പോകുന്നില്ലേ? മതിയല്ലേ വ്ളോഗ് ഉണ്ടാക്കല്ലേ വ്ളോഗ്. അല്ല ഇനിയും കുറച്ച് അപ്പുറം കാണിക്കണം. നമുക്ക് ഉടൻ കൊല കാണുന്ന നോക്കാം. വേൻ്റെ കൊല കണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇവിടെ ഒന്നായി മാത്രം അത് വെളിഞ്ഞ് എന്തില്ല. മുന്നല്ലേ എന്താ സംഭവം. ഇതാ ഞങ്ങൾക്ക് വെളിഞ്ഞിനായില്ലേ ചെലുത്തില്ലേ ബായൻ്റെ ഈ കൂമ്പയിലാണ്. ഇങ്ങനെ ചെന്ന കൂമ്പേന്നാണ് ഇത് കോഴി. ചെറുതായിട്ടാകുമ്പോക്കില്ലേ അവിടെ വെളിഞ്ഞിന്ന് കണക്ക്. ഈനെ എന്തെന്ന് ചെല്ലണ്ടേ? ഇത് ചെറുതുമായിന് അവിടെ വെളിഞ്ഞിട്ടും ഇല്ല. മീത്ത അല്ല വെളിഞ്ഞിന് തന്നെയാണ്. വെളിഞ്ഞിനി സംഭവം വെളിഞ്ഞിനോ. കത്തിക്കൊണ്ടിരണോ കൊത്തിക്കൊണ്ട് പോണോ. ഇപ്പം ഇനി 2 ഐറ്റം കൊണ്ടുവരണോ, ഗോണിയും കത്തിയും. ഇതാ മുഞ്ചിൽ കൊണ്ടുപോയി നോക്കല്ല. രജാനോ വന്നേ. വേറെ അവിടെ ഇല്ല. അപ്പുറമുണ്ട്. ഞാൻ അവിടെ നിന്ന് കണ്ടിന്യൂ ആക്കാം വീഡിയോ. ആലെ തേങ്ങ ഇതവിടെ നിന്ന് ഇതെല്ലാം പൊട്ടു ഇല്ല എടുപ്പിച്ചോ. എന്താ ഇല്ലാത്ത കാരണം എല്ലാം അടുപ്പിച്ചിട്ടായിരുന്നു മുന്നേ തന്നെ. അങ്ങനെ ഓക്കെ മതി ഗൈസ്. പണി കിട്ടീന് ഗൈസ്. എന്തെങ്കിലേ ഇപ്പം ഞാൻ വരുമ്പോൾ ഗോണി എടുക്കാതെ വരാത്തത് കൊണ്ട് കുറേ അടക്കെല്ലാം വീണിട്ടുണ്ട്. പിന്നെ ഒരു ബായൻ്റെ കൊലമുണ്ട്. അപ്പോൾ കത്തിയും വേണോ ഒരു ഗോണിയും വേണോ. എന്നിട്ട് രണ്ടാമത് വരണം. ഇപ്പം കീഞ്ഞോണ്ടേ പറഞ്ഞു. ഇപ്പം കയറിക്കൊണ്ട് പോകാനാണ് ബുദ്ധിമുട്ടായിട്ടുള്ളത്. കുറച്ച് കയറണം തോട്ടത്തുനിന്ന് ഞങ്ങളെ പെരൻ്റെ എടുക്കുവാണെങ്കിൽ. അപ്പോൾ ഗൈസ് എന്ത് സംഭവം അറിഞ്ഞാ. അപ്പോൾ തോട്ടത്തിൻ്റെ ബ്ലോഗ് കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ മജ ആയിട്ടില്ലെങ്കിൽ ടോട്ടലായിട്ട് ഞാൻ വ്ളോഗ് ആക്കിനി. അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഇവിടേക്ക് വ്ളോഗ് ഉണ്ടാക്കി. അപ്പോൾ തോട്ടത്തിൻ്റെ വ്ളോഗ് ഇവിടേക്ക് ഉണ്ടായി. ബൈ.